വെൽക്കം ടു ദ യൂട്യൂബ് ചാനൽ. ലീഗൽ മെട്രോളജി ആൻഡ് എക്സാമിൻ്റെ പോർഷൻസിൽ ഒന്നായിട്ടുള്ള നമ്മുടെ +1 +2 കെമിസ്ട്രിയിൽ ഒരു കെമിസ്ട്രി ടോപ്പിക്കാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒരു കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് വന്നത്. അപ്പോൾ അതെന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പം സൊല്യൂഷൻ എന്ന ചാപ്റ്ററിലെ ഒരു ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. കെമിസ്ട്രിയിലെ +2ലുള്ള സൊല്യൂഷൻ ഇസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് സോൾവെൻറ്റ് ലാർജ് ക്വാണ്ടിറ്റി ആൻഡ് സൊല്യൂട്ട് സ്മോളർ ക്വാണ്ടിറ്റി. സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള മിക്സ്ചറാണ്. സോൾവെൻറ്റും സൊല്യൂട്ടും കൂടെ ചേരുന്ന ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള മിക്സ്ചറാണ്. ഇത് സോൾവെൻറ്റ് ലാർജ് ക്വാണ്ടിറ്റീസിൽ അവൈലബിൾ ആണ്, അതിൽ അടങ്ങിയിട്ടുണ്ട്. സൊല്യൂട്ട് എന്ന് പറയുന്നത് സോൾവെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കും, എമൗണ്ട് കുറവായിരിക്കും. ഇപ്പം നമ്മളൊരു പഞ്ചസാര ഷുഗർ സൊല്യൂഷനിൽ നമ്മൾ വെള്ളമായിരിക്കും കൂടുതൽ എമൗണ്ടിൽ എടുക്കുന്നത് അല്ലേ. അപ്പോൾ പഞ്ചസാര ചെറിയ എമൗണ്ടിലായിരിക്കും എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സോൾവെൻറ്റ് വാട്ടർ എന്ന് പറയാം, സൊല്യൂട്ട് ഷുഗർ ആണെന്നും പറയാം. നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്, നൊട്ടേഷൻസ്. x1 എന്ന് പറഞ്ഞാൽ x മീൻസ് മോൾ ഫ്രാക്ഷൻ ആണ്. അപ്പോൾ x1 എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് 1. അപ്പോൾ ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷനെയാണ് നമ്മൾ x1 എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ x2 എന്തായിരിക്കും? x2 എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ദി കമ്പോണൻറ്റ് 2 ആയിരിക്കും. കാരണം x എന്നുള്ള ലെറ്ററാണ് മോൾ ഫ്രാക്ഷനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി P10, ഈ 0 കാണുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് വേപ്പർ പ്രഷറാണ് ഓഫ് പ്യോർ കമ്പോണൻറ്റ്, ഓരോ കമ്പോണൻറ്റിൻ്റെയും. അപ്പോൾ നമുക്ക് P01 എന്ന് പറയുമ്പോൾ വേപ്പർ പ്രഷർ ഓഫ് പ്യോർ കമ്പോണൻറ്റ് 1 എന്ന് നമുക്ക് പറയാം. P02 എന്തായിരിക്കും? വേപ്പർ പ്രഷർ ഓഫ് പ്യോർ കമ്പോണൻറ്റ് 2 എന്ന് പറയാം. ഇനി അടുത്തത് P എന്ന ലെറ്റർ സൂചിപ്പിക്കുന്നത് 0 ഇല്ലാതെ P മാത്രമാണെങ്കിൽ അത് പാർഷ്യൽ പ്രഷറാണ്. എന്താണ്? പാർഷ്യൽ പ്രഷറാണ്. P2 പറയുമ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് ദി കമ്പോണൻറ്റ് 2 ആണ് വരുന്നത്. ഇനി N1 നമുക്കറിയാം, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പോൾ N1 മീൻസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണൻറ്റ് 1. അപ്പോൾ N2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണൻറ്റ് 2. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് M1 എന്ന് വെച്ചാൽ മോളാർ മാസ് ഓഫ് കമ്പോണൻറ്റ് 1. ക്യാപിറ്റൽ M1 സൂചിപ്പിക്കുന്നത് എന്താണ്? മോളാർ മാസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ക്യാപിറ്റൽ M2 ആണെങ്കിൽ മോളാർ മാസ് ഓഫ് കമ്പോണൻറ്റ് 2. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം.